ഹായ് മക്കളെ, അതേ നമ്മളുടെ കാത്തിരിപ്പിന് ശേഷം ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. 8-9 ക്ലാസ്സുകളുടെ എക്സാമിന്റെ ആനുവൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. സന്തോഷിക്കാനുള്ള വകകളുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ടെൻഷനുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞു വെച്ചേക്കാം, വേറെ ഒന്നുമല്ല. നമ്മൾ SLC എക്സാമിന് മുമ്പ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്ന ഉറപ്പായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷേനേക്കാളും കുറച്ച് മുമ്പിലാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഫെബ്രുവരി 24-ാം തീയതി, അതായത് തിങ്കളാഴ്ച എക്സാം സ്റ്റാർട്ട് ചെയ്യും. 8ാം ക്ലാസ്സിലാണെങ്കിൽ ആദ്യത്തെ എക്സാം വരുന്നത് ഇംഗ്ലീഷാണ്. നമുക്ക് 8ാം ക്ലാസ്സിനെ സംസാരിക്കാതെ തന്നെ. പക്ഷേ അന്ന് തന്നെ ഉച്ചയ്ക്ക് 1ാം ഭാഷ ഫസ്റ്റ് ലാംഗ്വേജിന്റെ എക്സാം കൂടി വരും. അപ്പോൾ ഒരു ദിവസം തന്നെ തിങ്കളാഴ്ച തന്നെ 2 എക്സാം ഉണ്ട്. കുറച്ച് പ്രശ്നമാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ റിവിഷൻ കാര്യങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇംഗ്ലീഷും അതിനൊപ്പം തന്നെ മലയാളം കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം, പേടിക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞത് ചൊവ്വാഴ്ചയിലേക്ക് നോക്കൂ, ഹിന്ദി ഉണ്ട്, അന്നും 2 എക്സാം ഉണ്ട്. മലയാളം സെക്കൻഡ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജും കൂടി എക്സാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 എക്സാമുകൾ 2 ദിവസം കഴിഞ്ഞു, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കഴിഞ്ഞു. ഇനി വ്യാഴാഴ്ച വലിയ ടെൻഷൻ ഇല്ല, വർക്ക് എക്സ്പീരിയൻസിനാണ്. കലാ കായിക പ്രവൃത്തി പരിചയം എന്ന് പറഞ്ഞ എക്സാമാണ് വരുന്നത്. വെള്ളിയാഴ്ചയാണ് നമ്മളുടെ പ്രധാന എക്സാം, സയൻസിന്റെ എക്സാം. നോക്കൂ, അപ്പോ തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി, ഇടയിൽ ഒരു ദിവസം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ബുധനാഴ്ച എക്സാം ഇല്ല, വ്യാഴം, വെള്ളി. അതുവരെ ഏകദേശം നല്ല സ്ട്രെച്ചിൽ എക്സാം പോകുന്നുണ്ട്. ആദ്യത്തെ 2 ദിവസം രാവിലെയും വൈകുന്നേരവും എക്സാം ഉണ്ട്. വ്യാഴവും വെള്ളിയും 8ാം ക്ലാസ്സിൽ. വ്യാഴാഴ്ച വർക്ക് എക്സ്പീരിയൻസ് ആണ്. വെള്ളിയാഴ്ചയാണ് നമ്മളുടെ എന്ത് വരുന്നത്, ഫ്രൈഡേ സയൻസ് അടിസ്ഥാന ശാസ്ത്രം എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സ്ട്രെച്ചിൽ തന്നെ നമ്മളുടെ റിവിഷനിൽ എന്ത് കവർ ചെയ്യാം, സയൻസും ഇംഗ്ലീഷും മലയാളവും, അതിൻ്റെ ഒപ്പം തന്നെ സംസ്കൃതം ഉണ്ടെങ്കിൽ അതും, ഹിന്ദിയെ കവർ ചെയ്യാം. ഇനിയാണ് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം 8ാം ക്ലാസ്സുകാർക്ക്. എന്താണ് സന്തോഷം? നോക്കൂ, മാത്സ് എക്സാമിന് എത്ര ദിവസം ഗ്യാപ്പാന്ന് നോക്കി. 28-ാം തീയതി കഴിഞ്ഞിട്ട് എന്നാണ് വരുന്നത്, 6-ാം തീയതിയാണ്. നോക്കൂ, വ്യാഴാഴ്ച 6-ാം തീയതിയാണ് മാത്സ് എക്സാം വരുന്നത്. അതിന് സന്തോഷം ഞങ്ങൾ സോഷ്യലുകാർക്കാണ്. എന്താ, 6-ാം തീയതി എക്സാം കഴിഞ്ഞാൽ 20-ാം തീയതി, മാർച്ച് 20-നാണ് ലാസ്റ്റ് എക്സാം സോഷ്യൽ വരുന്നത്. ഏകദേശം 13 ദിവസം സോഷ്യലിനുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ സോഷ്യലിന് വേണ്ടി മാത്സിന് വേണ്ടി മാറ്റി വയ്ക്കണ്ട, ബാക്കി സബ്ജക്ട് തീർക്കാം. സയൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്സ് പഠിക്കാനും സോഷ്യൽ പഠിക്കാനായിട്ട് ദിവസം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് 8ാം ക്ലാസ്സുകാർക്ക്. ഇനി നമുക്ക് 9ാം ക്ലാസ്സിലേക്ക് വരാം. 9ാം ക്ലാസ്സിൽ നോക്കൂ, നേരെ ഇതുപോലെ തന്നെ 8ാം ക്ലാസ് പോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് വരുന്നുണ്ട്, ഇംഗ്ലീഷും വരുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് എക്സാം ഉണ്ട്. എന്ന് 24-ാം തീയതി. 25-ാം തീയതി ആയാലോ സെക്കൻഡ് ലാംഗ്വേജും വരുന്നുണ്ട്, ബയോളജിയും വരുന്നുണ്ട്. ഓക്കെ, ബയോളജി എക്സാം വരുന്നുണ്ട്. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്, സോഷ്യൽ വന്നു. 16ഓളം ചാപ്റ്റർ ഉണ്ട്, പഠിക്കാണ്ടൊരു ഗ്യാപ്പേ ഉള്ളൂ. റിവിഷൻ മറക്കരുത്. അപ്പോ ഇംഗ്ലീഷും ഫസ്റ്റ് ലാംഗ്വേജും സോഷ്യലിന്റെ റിവിഷൻ ആയിരിക്കും നമുക്ക് ഫെബ്രുവരി മാസത്തിൽ തകർത്ത് നടക്കാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ എക്സാമിന് അപ്പോൾ ആകെ ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. ഞാൻ പറഞ്ഞ 8ാം ക്ലാസ്സുകാർ അത്ര 9ാം ക്ലാസ്സുകാർക്ക് സന്തോഷിക്കാനുള്ള വക കുറവാണ്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, 27-ാം തീയതി കഴിഞ്ഞ് 28-ാം തീയതി വെള്ളിയാഴ്ച എക്സാം ഫിസിക്സ് ആണ്. അതായത് ഗ്യാപ്പ് ഇല്ല, അടുത്ത ദിവസം തന്നെ എക്സാമാണ്. ഫിസിക്സും നമ്മൾ ഈ സ്ട്രെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പക്ഷേ മാത്സുകാർക്ക് ഇവിടെ 8ാം ക്ലാസ്സുകാരെ പോലെ തന്നെ വീണ്ടും സന്തോഷിക്കാം. എന്താ, അടുത്ത മാസം മാർച്ച് 6-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതി കഴിഞ്ഞാൽ 5-6 ദിവസം, 6 ദിവസം കഴിഞ്ഞാണ് എന്ത്, മാത്സിന്റെ എക്സാം വരുന്നത്. ഓക്കെ അല്ലേ? ഹിന്ദി എക്സാം വരുന്നത് പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാ, 13 ദിവസം കഴിഞ്ഞിട്ടാ 20-ാം തീയതി ഹിന്ദി എക്സാം വരുന്നത്. അതിനും ഗ്യാപ്പ് ഉണ്ട്. 25-ാം തീയതിയാണ് എന്ത് വരുന്നത്, കെമിസ്ട്രി എക്സാം വരുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിന്റെ 27-ാം തീയതി. അപ്പോ 8ാം ക്ലാസ്സുകാർക്കും 9ാം ക്ലാസ്സുകാർക്കും പേടിക്കാനൊന്നുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിലാണെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന 2 ആൾക്കാരാ. ഒന്ന് മാത്സ്, സോഷ്യൽ. ഗ്യാപ്പ് എന്താ, ആവശ്യത്തിനുണ്ട്. ഓക്കെ, അപ്പോ അതിൻ്റെ ഒപ്പം തന്നെ ഈ എന്താ 9ാം ക്ലാസ്സുകാർ കുറച്ച് ടെൻഷൻ പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ വന്നിട്ടുണ്ട്, ഇടയിൽ ഗ്യാപ്പ് അധികമില്ല. ഫിസിക്സ് വന്നിട്ടുണ്ട്, ബയോളജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചുള്ള പഠനത്തിലേക്ക് കടക്കുകയാണ്. ന്യൂട്ടൺസിലെ കുട്ടികൾക്കും ഇത് കേൾക്കുന്ന ആൾക്കാരും പേടിക്കേണ്ട, ഫ്രീ റിവിഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് കയറി വാ മക്കളെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടെ യൂട്യൂബ് ലൈവുകൾ ഉണ്ടാവും, അതും അറ്റൻഡ് ചെയ്യാം. അതെല്ലാം ഫ്രീ ആണ്. യൂട്യൂബിൽ ലൈവായിട്ട് നമ്മുടെ ക്ലാസ്സുകളുണ്ട്. ഓരോ എക്സാമിന് തലേ ദിവസവും തകർത്ത് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ നടത്തും. എല്ലാവരും എന്തായാലും കയറണം. അത് കൂടാതെ പിന്നെ
മറ്റ് എക്സാമുകൾക്ക് പേടിക്കാനില്ല. 9ാം ക്ലാസ്സിലെ ഏറ്റവും വലിയ തലവേദന മാത്സാണ്. ആ മാത്സ് തന്നെ എന്താ, നമുക്കിത് അത്യാവശ്യത്തിൽ അധികം ദിവസങ്ങളുണ്ട്, ഒന്നും പേടിക്കാനില്ല. ഹിന്ദി, കെമിസ്ട്രി എല്ലാത്തിനും ദിവസങ്ങളുണ്ട്. അപ്പോൾ തകർത്ത് പഠിക്കുക, ഒരു ടെൻഷനും വേണ്ട. നിങ്ങളോടൊപ്പം ന്യൂട്ടൻസും ഞങ്ങളെല്ലാവരും ഉണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.